അനുമോളുമായിട്ട് ചേച്ചിക്ക് ഇപ്പോൾ കോണ്ടാക്ട്? ഞാൻ കോണ്ടാക്ട് ഇല്ല അനുമോളുമായിട്ടൊന്നല്ല. അനുമോളുമായിട്ട് എനിക്ക് ഒന്ന് കണ്ടസ്റ്റന്റ് ആരും കോണ്ടാക്ട് ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാനുമായിട്ട് കോണ്ടാക്ട് ഇല്ല അനുമോൾ. ഞാൻ കോണ്ടാക്ട് ഉള്ളത് നൂറ, ആദില, നെവിനെ ഒരു പ്രാവശ്യം കോണ്ടാക്ട് ചെയ്തത്. അതുപോലെ സാരിക ചേച്ചി, ബിന്നി, അതുപോലെ കുറച്ച് പേരുണ്ട്. അവരൊക്കെ ആയിട്ടാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. അനുമോളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. നന്നായി തന്നെ ഞാൻ പറയത്തുള്ളൂ. ഇപ്പൊ അവള് സ്വസ്ഥമായിട്ട് പോകുന്നുണ്ട്. നിന്റെയൊക്കെ കൂടെ അവിടെയും കൂടെ അവസ്ഥ മോശമായിരിക്കും. അവളുടെ കാര്യം തുറന്നു പറയാമല്ലോ. രേണുവിന്റെ കോണ്ടന്റ് ചെയ്യരുതെന്ന് കൂടുതലും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഞാനാണ്. ഞാനിപ്പോൾ ഇത് ചെയ്യാനുള്ള റീസൺ വേറെ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അതുലിന്റെ കാര്യമാണ് ഞാൻ മെയിനായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തത്. കാരണം അവനുണ്ടായ ഒരു അനുഭവത്തിനെ കുറിച്ച്. കാരണം ഉള്ളവരെല്ലാവരും വിളിച്ചിട്ട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുക. അവന് ഇന്ന പോലെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാ വീഡിയോസും ഇരുന്ന് കണ്ടിട്ട് ഓരോ വ്യക്തികളെ വിളിച്ചിട്ട് ഈ പറയുന്ന അതുലിനെ മോശമായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അതും പച്ചത്തെറി വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതിന്റെ ഇടയിൽ കൂടെ ഒരു പരിപാടി പിടിക്കാൻ നോക്കുന്നത്. അങ്ങനെയൊക്കെ കുറെ പരിപാടിയും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ നമുക്ക് ഈ ഒരു വ്യക്തിനെ എന്താണെന്ന് നമുക്ക് നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. പക്ഷെ ഇങ്ങനെയുള്ള വിഷം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീയാണ് എന്ന് ഞാൻ ഒട്ടും കരുതിയില്ല. പിന്നെ ഇവറ്റയുടെയൊക്കെ സ്വഭാവം എന്താണെന്ന് പോലീസ് സ്റ്റേഷനിൽ തന്നെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യമൊക്കെ തന്നെയാണ്. അങ്ങനെയെങ്കിലുമൊക്കെ എൻ്റെ ഒരു തലയ്ക്ക് ഒരു അടി കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ സമര സമയത്ത്. അപ്പൊ ഞാൻ അത് കെട്ടി വെച്ചുകൊണ്ടാണ് പോയത്. അപ്പൊ ഈ പറയുന്ന രേണുവിന്റെ ഒരു ഫാമിലിയിൽ ഒരാൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ പറയാണ് അങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ എത്ര മാന്യമായിട്ടാണെന്നറിയാം സംസാരിച്ചത്. ആ ഒരു കേസ് അവിടെ ഒത്തുതീർപ്പാക്കി ഒരു മെസ്സേജിന്റെ കാര്യങ്ങളും കോളിന്റെ കാര്യങ്ങളും ഒക്കെയാണ് അന്നത്തെ വിഷയം. സബ്ജക്ട് അതായിരുന്നു. അതെല്ലാം സംസാരിച്ച് സാറ് പറഞ്ഞില്ല നിങ്ങൾ അത് ഒത്തുതീർപ്പാക്കാന്ന് പറഞ്ഞാൽ ഒത്തുതീർപ്പാക്കി കഴിഞ്ഞപ്പോ എന്താ പറയണ്ട തലയ്ക്ക് അങ്ങനെയെങ്കിലും ഒക്കെ കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ പ്രാക്ക് ഇവറ്റയുടെയൊക്കെ ഒരു രീതി സ്വഭാവം ഒക്കെ അങ്ങനെയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. ഈ അനുമോളെ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും യോഗ്യത ഉണ്ടായിട്ടാണോ സംസാരിക്കുന്നത്? അല്ല. പിന്നെ രേണു സുധി എന്ന് പറയുന്ന വ്യക്തി സുധിയുടെ പേര് കൊണ്ട് ഒന്ന് അറിയപ്പെടുകയും ചെയ്ത് പിന്നെ എയറിലോട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. സ്വന്തം ഭർത്താവിന്റെ പേരും പറഞ്ഞ് വിറ്റ് 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 ഇപ്പൊ ഒരു റിലേഷൻ ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ സുധിയെ വിട്ട് കളിക്കത്തുമില്ല. കാരണം അതാണല്ലോ മാർക്കറ്റ്. കഷ്ടം. ഇവരെ ഞാൻ അങ്ങനെ ഇന്നലെ മെനഞ്ഞാന്ന് ആ ഒരു വിഷയം ഞാൻ അറിഞ്ഞതിന് ശേഷം എനിക്ക് ഇവരോട് പ്രത്യേക ഒരു ദേഷ്യം ഉണ്ടായിരുന്നു. ഉള്ള കാര്യം പറയാമല്ലോ. എനിക്ക് ഉള്ള കാര്യം ഞാൻ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം സംസാരിക്കുന്നത്. കാരണം അതുപോലത്തെ തോന്നിവാസങ്ങളാണ് ഈ കാണുന്നവരോടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇനി ചേച്ചിയുടെ അടുത്തൊരു വീഡിയോ ഞാനത് വെച്ച് തരാം. വീഡിയോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കുക. ഹൈപ്പ് കൊടുക്കാത്തവരൊന്ന് ഹൈപ്പും കൂടെ കൊടുക്കുക. ഞങ്ങളുടെ അവകാശങ്ങളാണ് ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഒക്കെ കിട്ടിയിരിക്കും. മനസ്സിലായി? അത് കഴിഞ്ഞിട്ട് ഞാൻ ജീവൻ നോക്കുന്നുണ്ടോ ഇല്ലെന്ന് അത് എന്റെ ഇഷ്ടമല്ലേ. ഇൻഷുറൻസ് ഒക്കെ കിട്ടിയിട്ടോ കിട്ടാതിരിക്കുമോ ഞങ്ങൾ അവകാശം. ഞങ്ങൾ കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു കലാകാരന് അദ്ദേഹം മരിച്ചു പോയെങ്കിൽ അദ്ദേഹത്തിന് അവകാശത്തിൽപ്പെട്ട ആളുകളാണ് ഞങ്ങൾക്ക് അത് കിട്ടിയിരിക്കും. ഞങ്ങളുടെ അവകാശങ്ങളാണ് ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഒക്കെ കിട്ടിയിരിക്കും. മനസ്സിലായി? അത് കഴിഞ്ഞിട്ട് ഞാൻ ജീവൻ നോക്കുന്നുണ്ടോ ഇല്ലെന്ന് അത് എന്റെ ഇഷ്ടമല്ലേ. ഇൻഷുറൻസ് ഒക്കെ കിട്ടിയിട്ടോ കിട്ടാതിരിക്കുമോ ഞങ്ങൾ അവകാശം. ഞങ്ങൾ കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു കലാകാരന് അദ്ദേഹം മരിച്ചു പോയെങ്കിൽ അദ്ദേഹത്തിന് അവകാശത്തിൽപ്പെട്ട ആളുകളാണ് ഞങ്ങൾക്ക് അത് കിട്ടിയിരിക്കും. കണ്ടല്ലോ. അപ്പൊ അദ്ദേഹം മരിച്ച അദ്ദേഹത്തിന് ഇൻഷുറൻസും കാര്യങ്ങളും എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് ആ സുധി എടുത്ത് മാറ്റിയിട്ട് ഇപ്പൊ വേറെ ഒരു മുസ്ലിം പയ്യനുമായിട്ട് കണ്ട റിലേഷൻ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത്. ഇനി അതെടുത്ത് ചേർക്കാനായിരിക്കും. ഒരു കാര്യം പറയാൻ വേണു, ആ സുധി എന്ന് പറഞ്ഞ സംഭവം പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ബിഗ് സീറോ ആയിരിക്കും. പിന്നെ നമ്മളെപ്പോലുള്ളവരൊക്കെ നിങ്ങളുടെ കോണ്ടന്റ് എടുത്ത് ചെയ്യുന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് റീച്ച് കിട്ടി പോകുന്നു. അല്ല നിങ്ങളൊക്കെ ആര് കാണുന്നു? ഉള്ള ആരും തുറന്നു പറയാലോ. ഈ അമ്പലങ്ങളിൽ അവിടെ പോയി ഗാനമേളയും അതൊക്കെ നടത്തുന്നുണ്ടല്ലോ, മീഡിയക്കാരൊക്കെ വരുന്നുണ്ടല്ലോ. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. നിങ്ങൾ എന്തെങ്കിലും വിവരക്കേട് വിളിച്ചു പറയും, അതെടുത്ത് നമ്മൾ തൂക്കിയെടുത്ത് അടിക്കുമെന്നല്ല നല്ല രീതി അറിയാം. ഇന്നലെ തന്നെ അനുമോടെ കാര്യങ്ങൾ എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ വീണ്ടും ഞാൻ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത്. ബാക്കി കൂടെ വെക്കാം, കേക്ക്. പൈസ കിട്ടുന്ന ആരാ പറഞ്ഞു? അല്ല, ഈ സുധി എന്നുള്ള പേരിനെ വെച്ചിട്ട് ചേച്ചി സിമ്പതി പറ്റി. ഞാൻ ചോദിക്കട്ടെ, സുധി എന്നുള്ള പേര് സിമ്പതി പറ്റിക്കുന്നതല്ല. സുധി എന്നുള്ള പേര് ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് എന്റെ ഭർത്താവായണ്ട. എന്റെ കൂടെ സുധി എന്നുള്ള പേരുണ്ട്. കാരണം രേണു സുധിയുടെ ഭാര്യയാണ് ഞാൻ. അതുകൊണ്ട് ആ പേര് പറയാനല്ലേ പറ്റത്തുള്ളൂ. ഈ പറയുന്നവന്റെ തന്തയുടെ ഈ പറയുന്നവരുടെ കെട്ടിയവന്റെ പേരല്ലല്ലോ എനിക്ക് പറയേണ്ടത്. ആണോ? സുധി എന്നുള്ള പേര് എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. അത് ബ്രാൻഡ് ആക്കാതിരിക്കോ അത് കാണുന്നവരുടെ കണ്ണിലെ ഗുരുവാണ്. അതേ എനിക്ക് പറയാൻ. ഹനാൻ പറഞ്ഞ ചേച്ചിക്ക് ഓർമ്മയുണ്ടോ? ആ ചേച്ചി എന്താ ഹനാനെതിരെ കേസ് കൊടുക്കാത്തെ? ഞാൻ ഇപ്പൊ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ഹനാന്റെ കാര്യം എടുത്ത് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ സുധി ഇങ്ങനെ 100 വട്ടം പറയുന്നുണ്ടല്ലോ. അന്ന് ഈ പറയുന്ന ഹനാൻ വന്നിട്ട് നിങ്ങളെ കുറിച്ച് മോശമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് തന്റെ ഇടം ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന അതുലിനെതിരെ കേസ് കൊടുക്കാൻ പോകുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഹനാനെതിരെ കേസ് കൊടുത്തില്ല? മോശമായിട്ടുള്ള രീതി നിങ്ങളെ കുറിച്ച് സംസാരിച്ചത് എന്തൊക്കെ തോന്നിയ പറഞ്ഞത്? ആ രേണു സുധിയുടെ പേര് പറയാനുള്ള ഒരു യോഗ്യതയില്ല. ആ രേണു സുധിക്ക് ഒരു യോഗ്യതയില്ല ഈ പറയുന്ന കൊല്ലം സുധിയുടെ പേര് പറഞ്ഞിട്ട് എന്റെ ഭർത്താവാണ്, അതാണ്, മറ്റേയാണ്, മറിച്ചതാണെന്നുള്ള രീതിയിലാണ്. കഷ്ടം. ഇതേ നമ്മള് ഇപ്പൊ ചെയ്യത്തില്ല. ഞാൻ പറയല്ലേ,
ഓരോരുത്തരെയും വിളിച്ചിട്ട് അതുപോലത്തെ തോന്നിവാസങ്ങൾ വിളിച്ച് പറയുമ്പോൾ നിങ്ങൾക്കിട്ട് താങ്ങുന്നത് നിങ്ങളുടെ കൂട്ടുകാർ തന്നെ ഉള്ള കാര്യം പറയാലോ. നിങ്ങളുടെ കൂടെ ഉള്ളവരാണ് നിങ്ങൾക്കിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ക്ലൂ അങ്ങ് തന്നേക്കാം. നിങ്ങൾ അടുത്ത ക്ലൂ അടുത്ത കൂട്ടുകാർ, കൂടുതലൊന്നും പറയുന്നില്ല. ആദ്യം കൂടെ ഉള്ളവരെ നമ്പാൻ നോക്ക്, അല്ലെങ്കിൽ കൂടെ ഉള്ളവർ നല്ലതാണെന്ന് നോക്ക്. പറഞ്ഞു മനസ്സിലായോ? അവർക്ക് വിട്ട് താങ്ങുന്നതുകൊണ്ടാണ് അവർ നമ്മളെടുത്ത് ഇതൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾക്ക് ആ വ്യക്തിനെയൊക്കെ കുറിച്ച് ഞങ്ങൾ പൊക്കി പറഞ്ഞതാണ്, മനസ്സിലാക്കിക്കോ ബുദ്ധിമുട്ടൊക്കെ. ആ ഒരു പ്രൊമോഷന് വേണ്ടി ആ ഡയറക്ടർ ലച്ചു പറഞ്ഞത് ആ ഒരു ആൽബത്തിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ആ സീൻ എടുത്ത് വെച്ചത്. ആ സീൻ എന്ത് ചെയ്താലും ആൽബത്തിനകത്ത് ലിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു സീൻ. അതുകൊണ്ടാണ് അവരത് ആൽബത്തിൽ ഉൾപ്പെടുത്താതെ പ്രൊമോഷനായിട്ട് കൊടുത്തത്. ആൽബത്തിന് വേണ്ടി എടുത്ത സീനാണ്. നെഗറ്റീവ് പറയുന്നവർ എന്നും പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഈ ഒരു നന്മ പ്രവർത്തി ചെയ്തെന്ന് വെച്ചോട്ടെ, നെഗറ്റീവ് പറയുന്നവർ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ ആരെ മൈൻഡ് ചെയ്യാനത്? മറ്റേ സീൻ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ പടത്തിന്റെ പോലത്തെ മറ്റേ സീനും കാര്യങ്ങളും കുറെ ആൾക്കാർ കംപ്ലൈനൊക്കെ അത് വെച്ചിട്ടുള്ള സംസാരം ഉണ്ടായിരുന്നു. ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഷൂട്ടിന് മുമ്പ് എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ മനസ്സിൽ കാണും, ഒരു പ്ലാനിങ് കാണും, അതായിട്ടായിരിക്കും ഇറങ്ങുന്നത്. അല്ല ചുമ്മാ വന്നിട്ട് ഒരു സീൻ എടുത്ത് വെച്ചേക്കാം ഇന്ന പോലെ, അത് ഇത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണ്, ഇതുപോലത്തുള്ള സീനൊക്കെ എന്തോ ഒരു ലോജിക്ക് ഇല്ലാത്ത സംസാരങ്ങൾ സംസാരിക്കാതെ അത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പറ്റത്തില്ലെങ്കിൽ ആദ്യമേ അത് ചെയ്യരുതായിരുന്നു. പറഞ്ഞു മനസ്സിലായോ? അതൊക്കെ ഒരു സീനാണ്. ഉള്ള പ്രൊമോഷനും അതൊക്കെ കിട്ടാൻ വേണ്ടി മാത്രം, ആ ഒരു വ്യൂ കൂട്ടാൻ വേണ്ടിയാണ് ഉള്ള ആൾക്കാരുടെ തമ്മിലേനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചേച്ചി തന്നെ അത് പ്രൊമോട്ട് ചെയ്യുമായിരുന്നു. ഇവർ തന്നെയാണ് ഇവരെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തൊരു വീഡിയോ കൂടെ ഉണ്ട്, വെച്ചുതരാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സിനിമയിൽ ഇങ്ങനത്തെ സീൻ ഈ ആൾക്കാർ കണ്ടിട്ടില്ലേ? സിനിമയിൽ ഇതിലും കൂടിയ സീൻ കണ്ടിട്ടില്ലേ? അപ്പൊ എന്താ അത് അഭിനയമായിട്ട് കണ്ടാ പിന്നെ ഇത് അഭിനയമായിട്ട് കണ്ടാ പോരെ? അവിടെ ഞാനും ദാസേട്ടൻ കോഴിക്കോട് ഒരു റൂമിൽ ചെന്ന് അങ്ങനെ കാണിക്കുന്നല്ലോ. ക്യാമറാമാൻ ഉണ്ട്, ഡയറക്ടർ ഉണ്ട്, മറ്റു ആർട്ടിസ്റ്റുകൾ അപ്പുറം ഇപ്പുറം എല്ലാം നിൽക്കുമ്പോഴല്ലേ ഇത് അഭിനയിക്കുന്നത്. ക്യാമറ റോളിംഗ് ആക്ഷൻ ക്യാമറ പറയുമ്പോഴല്ലേ നമ്മൾ ചെയ്യുന്നത്, അല്ലാതെ ചുമ്മാ ചെയ്യുമല്ലോ. ഓഹോ ശരി ഇപ്പഴാ ഓർത്തത്. അപ്പൊ ഈ ഇറങ്ങുന്ന പടവും കാര്യങ്ങളും ഒക്കെ ഒരു ഡയറക്ഷനും ഒരു ക്യാമറ എല്ലാം ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ അത് അഭിനയമായിട്ട് അങ്ങ് കൂട്ടിയാൽ മതിയല്ലേ? ആണല്ലേ? അപ്പൊ ഈ ചില വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ വീഡിയോസ് ലീക്ക് ആവുന്ന കുറെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ നടക്കുന്നുണ്ടല്ലോ, ന്യൂസിലൊക്കെ വരുന്നുണ്ടല്ലോ, വീഡിയോ അത് ഇത് മറ്റേത് മറിച്ചതെന്നൊക്കെ. അവരൊരു ക്യാമറ ഓൺ ചെയ്തിട്ട് അവർ തന്നെ അങ്ങ് ഷൂട്ട് ചെയ്ത് എന്താ പറയുക, അവർ തന്നെ അങ്ങ് ഡയറക്റ്റ് ചെയ്ത് അങ്ങ് കണ്ടാൽ പോരെ ജനങ്ങൾ? ആ ഒരു സെൻസിലങ്ങ് എടുത്താൽ മതിയോ ഇതും? അറിയാൻ പറ്റുന്നുണ്ടോ ചോദിക്കുക? അല്ല, ഇതുപോലെ തന്നെ അതും അങ്ങ് ആ സെൻസിലങ്ങ് എടുത്താൽ മതിയോ? ഈ കാര്യത്തിലും ചുമ്മാ സംസാരിക്കുമ്പോൾ വിവരക്കേട് വന്ന് സംസാരിക്കരുത്, അത് മീഡിയയുടെ മുമ്പിലാണ്. എന്റെ പൊന്നോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചേച്ചിയുടെ ഗാനമേളയായിരുന്നു, ഞാൻ അതൊന്ന് വെച്ചുതരാം. ഓക്കെ ഞാൻ കൂടുതലായിട്ട് വെക്കുന്നില്ല. അത് അവിടുത്തെ ഓഡിയൻസ് ഒക്കെ നിങ്ങൾ കണ്ടു നോക്കും. ചേച്ചിയുടെ ആദ്യത്തെ ഗാനമേള എന്നാണ് പറഞ്ഞത്. ഞാൻ അതും കൂടെ ഒന്ന് വെച്ചുതരാം, ഓഡിയൻസിനൊക്കെ നിങ്ങളൊന്ന് കാണും. അല്ല, ഞാൻ ഇവിടുത്തെ ജനങ്ങളോട് ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് ഇത് തന്നെ വേണം. ഞാൻ ഉള്ള കാര്യം പറയല്ല, നിങ്ങൾക്ക് ഇത് തന്നെ വേണം. നിങ്ങൾക്ക് വേറെ ഒന്നും പറയില്ല. കാരണം ഈ അമ്പലങ്ങളിലൊക്കെ കുറെ ആൾക്കാർ വന്ന് സദ്യ ഉണ്ടിട്ട് മാത്രം പോകുന്ന കുറെ ആൾക്കാരുണ്ട്. ഈ ഗാനമേളൊക്കെ വരുമ്പോൾ മാത്രമല്ല ആണ് ഇടിച്ചു കയറി വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇത് തന്നെ വേണം. അല്ല പിന്നെ ഒരു ഗാനമേള വന്നിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ രേണുവിന്റെ ചില ഈ പാട്ടിനൊക്കെ വേണ്ടി ഞാൻ നേരത്തെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ്. ഇപ്പൊ എനിക്കിതൊക്കെ കാണുമ്പോൾ കോമഡി ആയിട്ടേ തോന്നുള്ളൂ. കീടി കൂടെ ഒരുത്തിന്റെ പതനം കാണാൻ നോക്കുന്ന ഒരു വ്യക്തി ആവുമ്പോൾ ഇവർക്കൊക്കെ ഏത് കാലത്ത് ഗുണം പിടിക്കും? നിങ്ങൾ തന്നെ പറ, ഇവർക്കൊക്കെ ഗുണം പിടിക്കൂ? ഞാൻ അറിയാൻ മേലത്തോണ്ട് ചോദിക്കും. ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറ. ഒരുത്തന്റെ പതനം കണ്ടിട്ട് വളരാൻ നോക്കുവാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ഒരു വളരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബൈ, ലവ് യു ഗൈസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറ.